സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു, ആരുടെ ജന്മദിനത്തെ പറ്റിയാണ് പറഞ്ഞത്? ഭൂമിയുടെ ജന്മദിനം അല്ലേ? എന്നാണ് ഭൂമിയുടെ ജന്മദിനം എന്നാ പറഞ്ഞത്? നമ്മുടെ മേടവിഷുവിന്റെ അന്ന്. അപ്പോൾ മേടവിഷുവിന്റെ പ്രത്യേകതകളൊക്കെ മേഡം പറഞ്ഞു തന്നില്ലേ? നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ പറഞ്ഞു തന്നില്ലേ? പിന്നെന്ത് പറഞ്ഞു തന്നു? നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു തന്നില്ലേ? പിന്നെന്ത് പറഞ്ഞു? നമ്മുടെ കിണറിനകത്ത് നോക്കണമെന്ന് പറഞ്ഞില്ലേ മേഡം? അപ്പൊ നോക്കിയിട്ട് കാര്യമില്ല, അടുത്ത വിഷു വരെ നമുക്ക് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പോഴെന്താണ്, നമ്മുടെ ഒരു കൊച്ചു കൂട്ടാൻ എവിടെയാണ് കുഞ്ഞിനെ എവിടെ കൊണ്ടാക്കി? അമ്മൂമ്മയുടെ വീട്ടിൽ. അമ്മൂമ്മയുടെ വീട് എവിടെയാണ്? ചേർത്തല. എന്താണ് ആ ചേർത്തലയിൽ വിശേഷങ്ങളാണ് പറയുന്നത്, വിഷുവിനുള്ള വിശേഷങ്ങൾ. എന്താണ് അമ്മൂമ്മ എന്ത് ചെയ്യും? അമ്മൂമ്മ രാവിലെ വിളിച്ചുണർത്തിയിട്ട് എങ്ങനെയുള്ള റൂമാണെന്നാണ് പറഞ്ഞത്? അറയല്ലേ, അറ എങ്ങനെയാണ്? അറവാതിലാണ്. അറവാതിൽ വരെ മുത്തശ്ശി കൈക്ക് പിടിച്ച് കൊണ്ടുവരും അല്ലേ? കൈക്ക് പിടിച്ച് മുത്തശ്ശി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കൈക്ക് പിടിക്കുക. എന്നിട്ട് എന്താണ്, ഇതൊക്കെ അറിയാതെ എന്ത് പറ്റും? കണ്ണ് തുറന്നു പോകും. കണ്ണ് തുറന്നു പോകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഉടനെ അറിയാവുന്ന കണ്ണ് തുറന്നു പോകുമ്പോഴേക്കും എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ണ് മുറുക്കി അടയ്ക്കും അല്ലേ? എന്നിട്ട് എന്താണ്, അറവാതിലിന്റെ വാതുക്കൽ എന്തായിരിക്കും? വാതുക്കല് എത്ര തിരിയിട്ട വിളക്കാണ്? 5 തിരിയിട്ട് വെച്ചിരിക്കുന്ന നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അതിന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശി എന്ത് പറയും? ഇനി കണ്ണു തുറന്നു എന്ന് പറയും അല്ലേ? അപ്പൊ ബാക്കി നോക്കിയേ. ഇനി ഓട്ടുപോലും വലിയ ഓട്ടുരുളിയിൽ മുത്തശ്ശിയുടെ കുതിരപ്പൂവൻ മാല തിളങ്ങുന്നത് കണ്ട് കണ്ണ് ചിമ്മും. അപ്പോൾ കണ്ണ് തുറന്നങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? മുത്തശ്ശിയുടെ ആ കുതിരപ്പവനുള്ള മാല. മാലയിലൊക്കെ ഒരു കോയിനായിട്ട് ഇടാറുണ്ടല്ലോ കുതിരപ്പവൻ. നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ അമ്മയ്ക്കൊക്കെ കാണാൻ സാധ്യതയുള്ള കാര്യമാണ് കുതിരപ്പവൻ. നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന മാലയ്ക്ക് ഒരു ലോക്കറ്റായിട്ട് ഒരു കുതിരപ്പവൻ. അതൊരു വേറൊരു സ്ഥലത്തെ കോയിനാണ്. അതാണ് നമ്മളൊരു ആഠ്യത്വത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കുതിരപ്പവൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയപ്പോഴും മുത്തശ്ശിയുടെ എന്താണ് ആ മുത്തശ്ശിയുടെ പവൻ എന്താണ്? ഒരു പവൻമാലയാണ്. കിടന്ന് കുതിരപ്പവൻ മാല കിടന്ന് തിളങ്ങുന്നതാണ് കാണുന്നത്. പഴയ പവൻമാലയാണ്. മുത്തശ്ശിയുടെ മുത്തശ്ശി മലബാറിൽ നിന്നും ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് കുടുംബസമേതം ഓടി വന്ന് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചപ്പോൾ ഒപ്പം കൊണ്ടുവന്നതാണ്. തറവാട്ടിലെ അമൂല്യമായ നിധി. എന്താണ് ആ മാലയെ പറ്റി പറയുന്നത് നോക്കിയേ. ആ കണ്ണ് തുറക്കുമ്പോൾ എന്താണ് കാണുന്നത്? വലിയ ഓട്ടുരുളിയിൽ മുത്തശ്ശിയുടെ കുതിരപ്പവൻ മാല തിളങ്ങുന്നത് കണ്ട് കണ്ണ് ചിമ്മപ്പോഴും മുത്തശ്ശിയുടെ ആ ഒരു കുതിരപ്പവൻ മാലയാണ് കണ്ണ് തുറക്കുമ്പോഴേക്കും ആദ്യം കാണുന്നത്. അത് കാണുമ്പോഴേക്കും കണ്ണ് ചിമ്മിപ്പോവുകയാണ്. അപ്പോഴാ മാലയുടെ കാര്യം പറഞ്ഞു കേട്ടെ. പഴയ പവൻമാലയാണ്, പഴയ മാലയാണ്, പണ്ടേ ഉള്ള മാലയാണ്. മുത്തശ്ശിയുടെ മുത്തശ്ശി ആരാണ്? മുത്തശ്ശിയുടെ മുത്തശ്ശി. മുത്തശ്ശിയുടെ അമ്മയും അല്ല, മുത്തശ്ശിയുടെ മുത്തശ്ശി. എവിടുന്നാണ് മുത്തശ്ശിയുടെ മുത്തശ്ശി? മലബാറിൽ നിന്ന് ടിപ്പുവിന്റെ പടയോട്ടകാലത്ത്. ടിപ്പു സുൽത്താന്റെ ഒരു കാലഘട്ടം അറിയാമല്ലോ. ആ ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് എന്താണ്? ആ പടയോട്ടകാലത്ത് കുടുംബസമേതം ഓടി വന്ന് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു. അപ്പോഴെന്താണ് ആ ടിപ്പുവിന്റെ പടയോട്ടകാലത്ത്? അതായത് മലബാറിലാണ്, വടക്കൻ കേരളത്തിലാണ്. അതാണ് ഈ മലബാർ എന്ന് പറയുന്നത്. നമ്മള് ആ വടക്കൻ കേരളത്തിന് നമ്മൾ പൊതുവെ മലബാർ എന്നും തെക്കൻ കേരളത്തിന് തിരുവിതാംകൂർ എന്നും അറിയപ്പെട്ടിരുന്നു ഒരു സമയത്ത്. മനസ്സിലായോ? നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും നമുക്കറിയാമല്ലോ. നമ്മുടെ ഏകദേശം എറണാകുളം മുതൽ ഒരു സൈഡിലോട്ട് തെക്കേ അറ്റവും മറ്റേ സൈഡിലോട്ട് വടക്കേ അറ്റവുമാണ് പോകുന്നത്. മലബാറും തിരുവിതാംകൂർ. ഓക്കെ, നിങ്ങളതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ മലയാളത്തിലല്ല, ബാക്കി നമുക്ക് SS-ലും EVS-ലും ഒക്കെ പഠിക്കാം കേട്ടോ. നോക്കി നിങ്ങളെ. മലബാറിൽ നിന്നും ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് കുടുംബസമേതം ഓടി വന്ന് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചപ്പോൾ ഒപ്പം കൊണ്ടുവന്നതാണ്. അഭയം പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തെ അഭയം, താമസവും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ ഉള്ള സകലത നഷ്ടപ്പെട്ട് അവർ ജീവിക്കാൻ വേണ്ടി ഒരു അഭയം, ഒരു എവിടെയെങ്കിലും ഒരു വീട്, കഴിക്കാൻ എന്തെങ്കിലും ഒരു ആഹാരം, അത് മാത്രം മതി. ഒരു അഭയം തേടുക എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ അഭയം തേടിയപ്പോൾ കൂടെ കൊണ്ടുവന്ന കാര്യമാണ്. അഭയം പ്രാവശ്യപ്പോൾ ഒപ്പം കൊണ്ടുവന്നാണ് തറവാട്ടിലെ അമൂല്യമായ നിധി. അത് ആ തറവാട്ടിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള നിധിയാണ്. ഏതാണ്? ആ കുതിരപ്പവൻ മാല കേട്ടോ.
ഉരുളിയിൽ പിന്നെയും വസ്തുക്കളുണ്ട്. പിന്നെയും ആ ഉരുളിയിൽ കുറേ സംഭവങ്ങൾ കൂടെ ഉണ്ട്, കുറേ വസ്തുക്കൾ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് നോക്കിക്കേ? കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം, അരി, വാൽക്കണ്ണാടി, അലക്കിയ മുണ്ട്, അങ്ങനെ എന്താണ് ഒത്തിരി വേറെ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ? ഒട്ടുരുളിയിലാണല്ലോ വെച്ചിരിക്കുന്നത്. ആ ഒട്ടുരുളിയിൽ കൊന്നപ്പൂവുണ്ട്. നമ്മളെ വിഷുവിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള കൊന്നപ്പൂവുണ്ട്. പിന്നെ വെള്ളരിക്കയുണ്ട്, പിന്നെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് അല്ലേ. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമുണ്ട്, പിന്നെ അരിയുണ്ട്, വാൽക്കണ്ണാടിയുണ്ട്, അലക്കിയ മുണ്ടുണ്ട്. വാൽക്കണ്ണാടി ആറന്മുള കണ്ണാടിയാണ്. കേരളത്തിന്റെ തനത് സാങ്കേതിക വിജ്ഞാനത്തിന്റെ അതിസുഖമായ കാഴ്ചവെപ്പ്. അതെടുത്ത് സ്വന്തം മുഖത്തിന്റെ പ്രതിഫലനം ദർശിക്കും. ഇന്ന് ഞാൻ ആ വാൽക്കണ്ണാടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വരും വർഷകാലങ്ങളിൽ എൻ്റെ പേരക്കുട്ടികൾക്ക് കളി കാണുന്നതിന് ആ വാൽക്കണ്ണാടിയിലൂടെ ആയിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. അപ്പോഴെന്താണ് ആ വാൽക്കണ്ണാടിയെ പറ്റി പറയുന്ന പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വാൽക്കണ്ണാടി ആറന്മുള കണ്ണാടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആറന്മുള കണ്ണാടി? നമുക്ക് ഇവിടെ അങ്ങനെ എല്ലാ കടകളിലും കിട്ടാൻ സാധ്യത ഇല്ല. ആറന്മുള കണ്ണാടി നമുക്ക് ആറന്മുള ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത്. ഇവിടെ അപൂർവമായിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഈ ആറന്മുള കണ്ണാടി വാങ്ങിക്കാൻ കിട്ടുള്ളൂ. ആറന്മുള കണ്ണിച്ച് നമ്മൾ വീട്ടിൽ കണ്ണാടി നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അതുപോലെ ഗ്ലാസ് അല്ല അത്, അതുപോലുള്ള കണ്ണാടിയല്ല ആറന്മുള കണ്ണാടി. കുറെ പ്രത്യേകതകളുള്ളതാണ് കേട്ടോ. അപ്പോഴെന്താണ് ആ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്? എന്താണ് നോക്കിയേ? കേരളത്തിന്റെ തനത് സാങ്കേതിക വിജ്ഞാനത്തിന്റെ അതിസുഭഗമായ കാഴ്ച വസ്തുവാണ്. കേരളത്തിന്റെ സാങ്കേതിക വിജ്ഞാനം കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ ആറന്മുള കണ്ണാടി. അത് നമ്മുടെ ആറന്മുള, നമ്മുടെ പത്തനംതിട്ട ആലപ്പുഴ, ആ ഒരു ആറന്മുള വരുമ്പോഴത്തേന് ആലപ്പുഴ ജില്ല തന്നെയാണ്. ആ ആലപ്പുഴ ജില്ലയിൽ ആറന്മുള എന്നുള്ള സ്ഥലത്താണ് ഇത് നിർമ്മിക്കുന്നത് ഉണ്ടോ. അത് അതിസുഖമായൊരു കാഴ്ച വസ്തുവാണത്. എന്താണ് ഒരുപാട് നമ്മൾക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ, നമ്മുടെ വിദേശികളൊക്കെ കേരളം സന്ദർശിക്കുമ്പോഴത്തേന് അവർ ഏറ്റവും പ്രധാനത്തോടുകൂടി വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാധനമാണ് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അത്രയ്ക്കും വിശേഷപ്പെട്ട ഒന്നാണ് ആറന്മുള കണ്ണാടി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ മുഖം നോക്കുന്ന കണ്ണാടി പോലെ അല്ല അത്. ഒരുപാട് എന്താണ് ഒരു കുറച്ചും കൂടി മെറ്റലൊക്കെ ചേർന്ന് ഉള്ളൊരു സംഭവമാണ്. നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ വേണം ഒന്നൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ചെറിയൊരു കണ്ണാടിയാണെങ്കിൽ പോലും അതിന് നല്ല വിലപിടിപ്പുള്ളതാണ്. നമുക്കിപ്പം ഫാൻസി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ മുഖം നോക്കുന്ന കണ്ണാടി 50 രൂപയ്ക്ക് വേണമെങ്കിലും കിട്ടും ഇല്ലേ? കിട്ടുന്നുണ്ട്. പക്ഷേ ആറന്മുള കണ്ണാടിക്ക് കുറച്ച് വില കൂടുതലാണ്, കോസ്റ്റ്ലിയാണ്. നിങ്ങളിൽ പലരുടെയും വീട്ടിൽ കാണും കേട്ടോ. നോക്കിയ കുഞ്ഞുങ്ങളെ, എന്താണ് ആ ആറന്മുള കണ്ണാടി? അതെടുത്ത് സ്വന്തം മുഖത്തിന്റെ പ്രതിഫലനം ദർശിക്കും. എന്താണ് അതെടുത്തിട്ട് സ്വന്തം മുഖത്തിന്റെ, എൻ്റെ സ്വന്തം മുഖത്തിന്റെ പ്രതിഫലനം ദർശിക്കും. ഇന്നും ഞാൻ ആ വാൽക്കണ്ണാടി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ആ ഒരു വാൽക്കണ്ണാടി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. വരും വിഷുകാലങ്ങളിൽ എൻ്റെ പേരക്കുട്ടികൾ കളി കാണുന്നത് ആ വാൽക്കണ്ണാടിയിലൂടെ ആയിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. എന്താണ് ഇനിയും വരുന്ന എല്ലാ വർഷവും വരുന്നുണ്ടല്ലോ, വരുന്ന വിഷുക്കാലങ്ങളിൽ എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ കൊച്ചുമക്കൾ കളി കാണുന്നത് ആ വാൽക്കണ്ണാടിയിലൂടെ ആയിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്താണ് നമ്മുടെ വൈലോപ്പള്ളിയുടെ ഒരു വരി അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യമേ. ഏതു ഭൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരിക്കൊന്നപ്പൂവും. അല്ലേ? ആ പറയുന്ന പോലെ അദ്ദേഹം നമ്മുടെ എഴുത്തുകാരൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? വരുന്നത് എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, അവരുടെ വരും വിഷുക്കാലങ്ങൾ ഈ വാൽക്കണ്ണാടി, ഈ ആറന്മുള കണ്ണാടി കളി കാണട്ടെ എന്ന് അദ്ദേഹം ആശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞേ KL മോഹനവർമ്മ. അദ്ദേഹത്തിന്റെ പേര് KL മോഹനവർമ്മ. ഓക്കെ മക്കളെ, നോക്കിക്കേ. അപ്പോൾ അദ്ദേഹം
വളരെ ആഗ്രഹത്തോടു കൂടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത പറഞ്ഞു കുഞ്ഞുങ്ങളെ, കേരളത്തിന്റെ തനത് സാങ്കേതിക വിജ്ഞാനത്തിന്റെ ആദ്യ സുഭഗമായ കാഴ്ച വസ്തുവാണ് ആറന്മുള കണ്ണാടി. കണ്ടോ? നോക്കിക്കേ, കണി കണ്ടു നേരം പുലരാൻ ഇനിയും നാഴികകളുണ്ട്. അപ്പോഴെന്താണ്? അങ്ങനെ വെളുപ്പിനെ മുത്തശ്ശി കൊണ്ടുവന്ന് എന്ത് ചെയ്തു? കണി കാണിച്ചു. അങ്ങനെ കണി കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എന്താണ്? ഇനിയും നേരം പുലരാൻ ഇനിയും നാഴികകളുണ്ട്, ഒരുപാട് സമയം ഇനിയും ഉണ്ട്. വിഷു കൈനീട്ടത്തിന് സമയമെടുക്കും. വിഷു കൈനീട്ടം കിട്ടാൻ ഇനിയും സമയമെടുക്കും. തെക്കേ മുറ്റത്തിനരികെ മാവിൽ വിഷുപക്ഷിയുടെ കലവില ശബ്ദം കേൾക്കാം. എന്താണ്? വിഷുപക്ഷി ചിലയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? വിഷുപക്ഷി നമ്മളങ്ങനെ എന്താണ് പറയുന്നത്, ഇപ്പം 2-3 വർഷമായിട്ട് ആ ഒരു വിഷുപക്ഷിയുടെ കരച്ചിൽ കേൾക്കാനില്ല, ആ ഒരു ചിലപ്പ് കേൾക്കാനില്ല. എന്താണ്? ഒരുപക്ഷെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ഒന്നായിരിക്കാം ആ വിഷുപക്ഷി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ഉണരുമ്പോഴത്തേന് ചക്കയ്ക്കുപ്പുണ്ടോ എന്ന് ചോദിച്ചോണ്ട് പോകും. അതാണ് അതിൻ്റെ ആ ഒരു ട്യൂൺ കേൾക്കുന്നത്. നമുക്കിങ്ങനെ എന്താണ് അത് ചോദിക്കണം നമ്മളൊന്ന്, ചക്കയ്ക്കുപ്പുണ്ടോ? അതാണ് ആ വിഷുപക്ഷിയുടെ ആ ഒരു സ്വരം. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞു തരും. ബാക്കി ദിവസങ്ങളിലൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ വിഷുവിൻ്റെ അന്ന് വെളുപ്പിനെ ഇത് കരയുന്ന കേൾക്കത്തുള്ളൂ. അന്ന് എല്ലാ വീടുകളുടെ അടുത്തൂടെ ഇങ്ങനെ ഈ പക്ഷി ഇത് ചോദിച്ചിട്ട് പറന്ന് പോകും കേട്ടാ. അപ്പോഴെന്താണ്? ആ തെക്കേ മുറ്റത്തിനരികിലത്തെ എന്താണ്? ആ മാവിലിരുന്ന് വിഷുപക്ഷിയുടെ കലപില ശബ്ദം കേൾക്കാം. പക്ഷി അവിടെ വന്നിരുന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നേ? ചക്കയ്ക്കുപ്പുണ്ടോ ചോദിക്കുകയാണ്. ആ ഒരു ശബ്ദം കേൾക്കാം. പിൽക്കാലത്ത് സിനിമകൾക്കും സിനിമാ പാട്ടുകൾക്കും പ്രചോദനം നൽകിയ വിഷുപക്ഷിയാണിത്. കണ്ടോ? ആ ഒരു പിൽക്കാലത്ത് പിന്നീടുള്ള കാലഘട്ടത്തിൽ സിനിമകൾക്കും സിനിമാ പാട്ടുകൾക്കും ഒരുപാട് സിനിമാ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഈ വിഷുപക്ഷിയുടെയും ഈ ചക്കയ്ക്കുപ്പുണ്ടോ എന്നൊക്കെയുള്ള ആ വരികളെല്ലാം ഒരുപാട് സിനിമാ പാട്ടുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് സിനിമകൾക്കും സിനിമാ പാട്ടുകൾക്കും പ്രചോദനം നൽകിയ വിഷുപക്ഷിയാണിത്. ഉത്തരായന പക്ഷി, അതിനെ പറയുന്ന പേരുകളാണ്. ആ വിഷുപക്ഷിക്ക് പറയുന്ന മറ്റു പേരുകളാണ്. നോക്കുകയും ഉത്തരായന പക്ഷി, കതിര് കാണാക്കിളി, അതിനെ നമുക്ക് കതിര് കാണാക്കിളി, സ്വർഗവാതിൽ പക്ഷി എന്നിങ്ങനെ പല പേരുകളും ഉണ്ടതിന്. ചെവി ഓർത്താൽ കിളിയുടെ സംസാരം കേൾക്കാം. അപ്പോഴും നമ്മളെ വിഷുപക്ഷിയെ പറ്റി പറയുന്നത് നോക്കിയേ. എന്താണ്? പിൽക്കാലത്ത്, അതിനുശേഷം പിന്നീടുള്ള കുറേ കാലത്ത്, പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് പോലും ഒരുപാട് സിനിമയിലും സിനിമാ പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു എന്താണ്? ഈ വിഷുപക്ഷിയുടെ സാന്നിധ്യം. ആ വിഷുപക്ഷിയുടെ പേരും അതിൻ്റെ ആ ഒരു സ്വരവും എല്ലാം സിനിമകൾക്കും സിനിമാ പാട്ടുകൾക്കും പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? ഉത്തരായന പക്ഷി. ആ വിഷുപക്ഷിക്ക് നമുക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരായന പക്ഷി. പിന്നെന്താണ്? കതിര് കാണാക്കിളി, സ്വർഗവാതിൽ പക്ഷി എന്നിങ്ങനെ പല പേരുകളും ഉണ്ടതിന്. പക്ഷെ നമ്മളുടെ പല സ്ഥലങ്ങളിലും നമുക്കതിനെ ഇവിടെ പറയുന്ന വിഷുപക്ഷി എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്, വിഷുപക്ഷി എന്ന്. പക്ഷെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ അതിനെ ഉത്തരായന പക്ഷി എന്നും കതിര് കാണാക്കിളി എന്നും എല്ലാം അറിയപ്പെടുന്നുണ്ട്. പിന്നെ സ്വർഗവാതിൽ പക്ഷി എന്ന് നമുക്കിതിനെ പറയുന്നുണ്ട്. എന്നിങ്ങനെ പല പേരുകളും ഉണ്ട് അതിന്. ചെവി ഓർത്താൽ കിളിയുടെ സംസാരം കേൾക്കുക. എന്താണ്? വെളുപ്പാങ്കാലത്താണ്. വെളുപ്പാങ്കാലത്ത് ചെവി ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്? ആ കിളിയുടെ സംസാരം കേൾക്കാൻ പറ്റും. ആ ഒരു സംസാരം നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെളുപ്പിനെ ഉണർന്ന് കിടക്കുന്ന ഒരു അവസരത്തിലോ ഉണർന്ന് വീട്ടിന് പുറത്ത് വരുന്ന അവസരത്തിലോ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും? ഒരുപാട് പക്ഷികളുടെ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പോലത്തെ ആ പക്ഷികളുടെ ശബ്ദങ്ങളെല്ലാം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അവർ കരയുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്ന പോലൊക്കെ നമുക്ക് തോന്നും. ആ കിളികൾ തമ്മിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല. അപ്പം നാളെ രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും ഒന്ന് അലാറം വെച്ച് എഴുന്നേൽക്കുക. അലാറം വെച്ചൊന്ന് എഴുന്നേറ്റതിന് ശേഷം എന്ത് ചെയ്യണം? വീട്ടിന് പുറത്തിറങ്ങി സിറ്റൗട്ടിലോ മുറ്റത്തോ ഒന്ന് ചെന്ന് നിന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റും കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ചുറ്റും നമ്മുടെ പ്രകൃതിയിൽ എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോഴെന്താണ്? കൂടുതലായിട്ട് നമുക്ക് കിളികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും. വീട്ടിന് പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ റൂമിലെ ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോഴെന്താണ്? ഒരുപാട് കിളികളുടെ കരച്ചില്, കാക്കയുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോഴെല്ലാവരും നാളെ തന്നെ അത് ശ്രദ്ധിക്കണം. ഓക്കെ? നോക്കിയോ നിങ്ങൾ? ബാക്കി ശ്രദ്ധിച്ചേ. അപ്പോഴെന്താണ്?
ചെവി ഓർത്താൽ കിളിയുടെ സംസാരം കേൾക്കാം. ചക്കയ്ക്കുപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കയിട്ടു. അങ്ങനെയാണ് ആ കിളിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, കിളി ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വെച്ചാൽ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ചക്കയ്ക്കുപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കയിട്ടു. ചക്ക കട്ടൂന്ന് കള്ളൻ കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെയാണ് കിളികൾ പറയുന്നതായിട്ട് നമുക്ക്. ഏത് കിളിയാണ്? നമ്മളുടെ വിഷുപക്ഷി. ആ വിഷുപക്ഷിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ഉത്തരായന കിളി, കതിരുകാണ കിളി, സ്വർഗവാതിൽ പക്ഷി കേട്ടോ. അപ്പോഴെന്താണ് എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഞങ്ങൾ ഒത്തുപാടാൻ ശ്രമിക്കും. അപ്പോഴാ വിഷുപക്ഷിയുടെ ആ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തുപാടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും. ചക്കയ്ക്കുപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കയിട്ടു. കണ്ടോ? അതിൻ്റെ കൂടെ ഒത്തുപാടാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെല്ലാവരും ശ്രമിക്കും. നമ്മുടെ നാട്ടിൽ കുയില് കൂവില്ലേ? കുയിലിൻ്റെ കൂവൽ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും അതിൻ്റെ കൂടെ കൂവാൻ നോക്കിയിട്ടില്ലേ? അപ്പോഴെന്ത് സംഭവിക്കും? കുയില് ഒന്ന് കൂവും, നമ്മൾ കൂടെ നല്ല കൂവും. അപ്പോൾ കുയിലെന്താണ്? കുയില് വാശി പിടിച്ച് ഉറക്കെ കൂവും അല്ലേ? അങ്ങനെ കൂവിയിട്ട് എന്താണ്? കുറേ നേരം കൂവിയിട്ട് തന്നെത്താൻ തോറ്റ് ഇവിടെ പോവും, പറന്നങ്ങ് പോവും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ആ കുയില് പിണങ്ങിപ്പോയുണ്ടല്ലോ അല്ലേ? അതിനകത്ത് നമ്മുടെ ഏതോ ഒരു പാട്ടിനകത്തുണ്ടല്ലോ, നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ മോഹം എന്ന് പറയുന്ന ആ ഒരു കവിതയ്ക്കകത്തുണ്ട്. ആ കവിത തന്നെ നമ്മുടെ ഫിലിം സോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴതിനകത്തുണ്ട് ഈ കുയില് പിണങ്ങിപ്പോകുന്നതും കണ്ടോ? എതിർപാട്ട് പാടി ആ കുയിലിങ്ങനെ പിണങ്ങിപ്പോകുന്ന കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുയിലൊന്ന് കൂവുമ്പോഴേക്കും നിങ്ങളും അതിൻ്റെ കൂടെ ഒന്ന് ഇതുവരെയും കൂവിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളൊന്ന് കൂവി നോക്കുക, എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ കാണാം. അപ്പോൾ കുയിലിൻ്റെ കരച്ചിൽ ഇപ്പോൾ അങ്ങനെ പൊതുവേ കേൾക്കാൻ പറ്റുന്നില്ല. എന്താണ്? കുയിലുകൾ പൊതുവേ പൂക്കുന്ന സമയം എന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ മാവ് പൂക്കുന്ന സമയമാണ്. മാമ്പൂ പൂക്കുന്ന സമയം. മാവ് പൂക്കുന്ന സമയത്താണ് നമ്മുടെ കുയിലുകൾ കൂടുതലായിട്ടും പൂകുന്നത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എപ്പോഴാണ് നമുക്ക് മാവ് പൂക്കുന്നത്? ആ സമയത്ത് നമ്മുടെ കുയിലുകൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പോഴും കുയിൽ കൂവുമ്പോഴേക്കും അതിന് എതിരെ ഒന്ന് തിരിച്ചു കൂവി നോക്കുക കേട്ടോ. എല്ലാം ചെയ്തു നോക്കണം മക്കളെ. നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും പ്രകൃതിയോട് ഇണങ്ങി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം നമ്മൾ അറിഞ്ഞ് ജീവിക്കണം കേട്ടോ. ബാക്കി നോക്കിക്കേ. നേരം പുലർന്ന് കുളി കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയിരിക്കും അമ്മാവൻ കിഴക്കേപ്പടി കടന്നു വരുന്നതും കാത്ത്. ഇതാണ് നേരം പുലർന്ന്. അപ്പോൾ നേരം പുലരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്താണ്? നേരം പുലർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയിരിക്കും, കിഴക്കുവശത്തേക്ക് നോക്കി ഇരിക്കും. അപ്പോഴെന്ത് ചെയ്യും? അമ്മാവൻ കിഴക്കേപ്പടി കടന്ന് വരുന്നതും കാത്ത്. അപ്പോഴമ്മാവൻ വരുന്നതും കാത്ത് കിഴക്കോട്ട് നോക്കി ഇരിക്കും. ഇതിനായിരിക്കും നോക്കാം. അമ്മാവനാണ് ആദ്യം വിഷു കൈനീട്ടം തരുന്നത്. അതാണ് ചിട്ട. ആഹാ. അപ്പോഴെന്താണ്? ഇതിനാണ് അമ്മാവനെ നോക്കിയിരിക്കുന്നത്. വെറുതെ നോക്കിയിരിക്കുന്നല്ല, പിന്നെന്താണ്? അമ്മാവനെ നോക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് വിഷു കൈനീട്ടം തരുന്നത് ആരാണ്? അമ്മാവനാണ് വിഷു കൈനീട്ടം തരുന്നത്. അതാണ് ഒരു ചിട്ട, അതാണ് ഒരു ശീലം. അപ്പോഴെന്താണ്? കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് നമുക്ക് വിഷു കൈനീട്ടം തരുന്നത് അല്ലേ? ഇപ്പോൾ അതിനൊക്കെ ചിലപ്പം ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ മുതിർന്ന വ്യക്തി വീട്ടിലില്ലെങ്കിൽ അടുത്ത ആൾ തരും, അമ്മ തരും, നമ്മുടെ ചേച്ചി ചേട്ടനും ഒക്കെ തരും അല്ലേ? ഇപ്പോൾ പിന്നെ ഒരു ഇതാണ്, വിഷു ആവാൻ നോക്കിയിരിക്കും. കുറേ പോക്കറ്റ് മണി നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സമയമാണ് ഇല്ലയോ? അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അമ്മാവനാണ് ആദ്യം വിഷു കൈനീട്ടം തരുന്നത്. അതാണ് ചിട്ട. അമ്മാവനെ എനിക്ക് ഭയമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അമ്മാവനേക്കാൾ ഭയം കൂടെ വരുന്ന രാമുചേട്ടനെയാണ്. അമ്മാവനെ എനിക്ക് ഒരു പേടിയാണ്, ഭയമാണ്. ഭയം എന്ന് വെച്ചാൽ എന്തുകൊണ്ടോ പേടിയാണ് കേട്ടോ. അമ്മാവനെ എനിക്ക് ഭയമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താണ് ആ ഒരു ഭയത്തിൻ്റെ കാരണമെന്ന് അറിഞ്ഞൂടാ. അമ്മാവനേക്കാൾ ഭയം കൂടെ വരുന്ന രാമുചേട്ടനെയാണ്. എന്താണ്? അമ്മാവൻ്റെ കൂടെ ഒരു ആളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അമ്മാവനേക്കാൾ പേടി ആരെയാണ്? ആ രാമുചേട്ടനെയാണ്. അമ്മാവൻ്റെ സന്തത സഹചാരിയാണ് രാമുചേട്ടൻ.
അമ്മാവൻ്റെ ഏതാണ് സന്തത സഹചാരി, എപ്പോഴും കൂടെയുള്ള ആളാണ് സന്തത സഹചാരി. ഏത് ആവശ്യത്തിനും എപ്പോഴാണേലും കൂടെ കാണും. അതാണ് സന്തത സഹചാരി എന്ന് പറയുന്നത്. അമ്മാവൻ്റെ സന്തത സഹചാരിയാണ് രാമുച്ചേട്ടൻ. കറുത്ത് മെലിഞ്ഞ നിറം, നല്ല കറുത്ത് മെലിഞ്ഞിരിക്കുന്ന സ്ലിം ആയിട്ടിരിക്കുന്ന ആളാണ്. കറുത്ത് മെലിഞ്ഞ നിറം. തൂവെള്ള ഖദർ മുണ്ടും ഷാളുമാണ് വേഷം. എന്താണ് വേഷം? തൂവെള്ള ഖദർ മുണ്ട്. ഖദർ അറിയാലോ, നമ്മളുടെ ഖദർ. എന്താണ് ഖദർ? നമ്മളുടെ ഉമ്മൻചാണ്ടിയൊക്കെ ഇടുന്നത് ഖദർ ഉടുപ്പുകളൊക്കെ എപ്പോഴും. ഖദർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ രമേശ് ചെന്നിത്തലയൊക്കെ ഖദറാണ് യൂസ് ചെയ്യുന്നത്. ഖദർ ഡ്രസ്സ്, നല്ല വൈറ്റ്. നമ്മളെന്താണ് കൈത്തറിയാണ് നമ്മൾ കൈ കൊണ്ട് നെയ്തെടുക്കുന്നത്. കൈത്തറി വസ്ത്രത്തിൽ പെടുന്നതാണ് ഖദർ. അപ്പോൾ ഖദറാണ് കേട്ടോ. തൂവെള്ള ഖദർ മുണ്ടും ഷാളുമാണ് വേഷം. ഷർട്ട് ഇടാറില്ല. അപ്പോഴെന്താണ് ഒരു ഷാൾ കണക്കൊരു സംഭവമാണ് ഇട്ടിരിക്കുന്നത്. ഷർട്ട് ഇടാറില്ല. കട്ടിയുള്ള വെളുത്ത പൂണൂൽ, നല്ല കട്ടിയുള്ള വെള്ള നിറത്തിലുള്ള പൂണൂൽ. രാമുചേട്ടൻ്റെ ശരീരമാകെ കറുത്ത മുഴകളാണ്. എന്താണ് ഈ രാമുചേട്ടൻ്റെ വേഷമല്ലേ പറയുന്നത്? രാമുചേട്ടൻ്റെ എന്താണ്? ഖദർ മുണ്ടും ഷാളുമാണ് വേഷം. പിന്നെന്താ? ഷർട്ട് ഉപയോഗിക്കാറില്ല. പിന്നെന്താണ്? കട്ടിയുള്ള വെളുത്ത ഒരു പൂണൂലുണ്ട്, നല്ലൊരു. അപ്പോഴെന്താണ്? ബ്രാഹ്മണനാണ് അല്ലേ? കട്ടിയുള്ള വെളുത്ത പൂണൂലുണ്ട്. പിന്നെന്താണ്? രാമുചേട്ടൻ്റെ ശരീരമാകെ കറുത്ത മുഴകളാണ്. ശരീരത്തിലെല്ലാം കറുത്ത മുഴകൾ വരാൻ കാര്യം എന്താണോ? രാമുചേട്ടൻ കറുത്തിരിക്കുമല്ലേ, കറുത്ത ശരീരമല്ലേ രാമുചേട്ടന്. അതുകൊണ്ട് രാമുചേട്ടൻ്റെ ശരീരത്തിലെ മുഴകളുടെ നിറവും കറുപ്പാണ്. അപ്പോഴത് രാമുചേട്ടൻ്റെ ശരീരമാകെ കറുത്ത മുഴകളാണ്. ചെറുതും വലുതുമായ 100,000 മുഴകൾ. അപ്പോഴത് ശരീരം മൊത്തം ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള 100,000 മുഴകൾ. മുഖത്തും മുഴകളുണ്ട്. മുഖത്തും എന്തുണ്ട്? മുഴകൾ മുഖത്തുമുണ്ട്. നെറ്റിക്കുള്ള മുഴയ്ക്ക് ഒരു നാരങ്ങയുടെ വലിപ്പമുണ്ട്. എന്താണ് നെറ്റിയിലുള്ള ആ ഒരു മുഴയ്ക്ക് എന്താണ്? ഒരു നാരങ്ങയുടെ വലിപ്പമുണ്ട്. എന്താണ്? ഒരു നാരങ്ങയുടെ അത്രയും തന്നെ വലിപ്പം ഉണ്ട്. എന്താണ്? അപ്പോഴെന്താണ് പറയുന്നത്? അമ്മാവനെ എനിക്ക് ഭയമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അമ്മാവനേക്കാൾ ഭയം കൂടെ വരുന്ന രാമുചേട്ടനെയാണ് കുറച്ചുകൂടി പേടി. എന്താണ്? അമ്മാവൻ്റെ സന്തത സഹചാരിയാണ് രാമുചേട്ടൻ. കറുത്തു മെലിഞ്ഞ നിറം, തൂവെള്ള ഖദർ മുണ്ട്, ഷാളുമാണ് വേഷം. ഷർട്ട് ഇടാറില്ല. കട്ടിയുള്ള വെളുത്ത പൂണൂൽ. രാമുചേട്ടൻ്റെ ശരീരമാകെ കറുത്ത മുഴകളാണ്. ചെറുതും വലുതുമായ 100,000 മുഴകൾ. മുഖത്ത് മുഴകളുണ്ട്. നെറ്റിക്കുള്ള മുഴയ്ക്ക് ഒരു നാരങ്ങയുടെ വലിപ്പമുണ്ട്. അപ്പോഴെന്താണ്? ആ ഒരു രൂപമൊക്കെ കണ്ടിട്ടായിരിക്കാം അമ്മാവനേക്കാൾ ഭയമാണ് രാമുചേട്ടനോട് തോന്നിയത്. നിങ്ങൾക്കും കേട്ടിട്ടൊരു ചെറിയ ഭയം തോന്നുന്നില്ലേ? രാമുചേട്ടൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഭയം തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കഥാകാരന് ചെറിയൊരു ഭയം രാമുചേട്ടനോട് ഉള്ളത്. നോക്കിയ മക്കളെ ബാക്കി. ആദ്യത്തെ വിഷു കൈനീട്ടം നൽകാനുള്ള അധികാരം അമ്മാവനാണ്. അപ്പോൾ ആദ്യത്തെ വിഷു കൈനീട്ടം നൽകാനുള്ള അധികാരം ആർക്കാണ്? അമ്മാവനാണ്. രണ്ടാമത് രാമുചേട്ടന്. അപ്പോൾ ആദ്യത്തെ വിഷു കൈനീട്ടം അമ്മാവൻ തരും. പിന്നീട് ആരാണ് രണ്ടാമത്തെ വിഷു കൈനീട്ടം തരുന്ന? ആരാണ്? ഈ രാമുചേട്ടനാണ്. രാമുചേട്ടൻ ആരാണ്? അമ്മാവന്റെ സന്തത സഹചാരിയാണ്. അന്ന് വിഷു കൈനീട്ടം ഒരു പണമാണ്. എന്താണ് വിഷു കൈനീട്ടം? അന്നത്തെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഒരു പണമാണ്. ഒരു പണം എന്നാൽ 4 ചക്രം. ഒരു പണം എന്ന് പറഞ്ഞാൽ എത്ര ആണോ? 4 ചക്രമാണ് ഒരു പണം. നാണയം, കാശ്, ചക്രം, പണം, രൂപ എന്നിവയാണ് അന്നൊക്കെ. അപ്പോഴെന്താണ്? അന്നത്തെ ഒരു പൈസയുടെ കണക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ്? ആ 4 ചക്രമാണ് കൈനീട്ടം കിട്ടുന്നത്. ഒരു പണം 4 ചക്രം എന്നല്ല, ഒരു പണമാണ് കൈനീട്ടം കിട്ടുന്നത്. ഒരു പണം എന്ന് പറയുന്നത് 4 ചക്രമാണ് കേട്ടോ. എന്താണ്? ആദ്യം നാണയം, ഏറ്റവും ചെറുതായിട്ടുള്ള സംഭവം നാണയം. പിന്നെന്താണ്? പിന്നെ കാശ്, പിന്നെ ചക്രം, പിന്നെ പണം, പിന്നെ രൂപ. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ പോകുന്നത്. ഇപ്പം നമ്മൾ പറയത്തില്ല 1 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200, 500, 1000 രൂപ ഉണ്ടോ? 1000 രൂപ ഇല്ല. പിന്നെ 2000. അങ്ങനെയല്ലേ നമ്മളുടെ നോട്ടിൻ്റെ എമൗണ്ട് പോകുന്നത്. അതുപോലെ ഇവിടെ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്? ഒരു പണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ചക്രമാണ് ഒരു പണം. അപ്പോൾ ആ 4 ചക്രത്തിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കുന്ന ഏതാണ്? നാണയം, പിന്നീട് കാശ്, പിന്നീടാണ് ചക്രം, പിന്നീട് പണം, പിന്നീട് രൂപ എന്നിവയാണ് അതൊക്കെ.
16 കാശ് ഒരു ചക്രമാണ്. 16 കാശ് എന്ന് പറയുന്നതാണ് ഒരു ചക്രം. കണ്ടോ? അപ്പോൾ ചക്രത്തിനേക്കാൾ വാല്യൂ കുറഞ്ഞതല്ലേ കാശ് എന്ന് പറയുന്നത്? 16 കാശ് എന്ന് പറയുന്നതാണ് ഒരു ചക്രം. 4 ചക്രം ഒരു പണം. 4 ചക്രം എന്ന് പറയുന്നതാണ് ഒരു പണം. 7 പണം ഒരു സർക്കാർ രൂപ. 7 പണം ചേരുന്നതാണ് എന്ത്? ഒരു സർക്കാർ രൂപ. 1.5 ചക്രത്തിന് ഊണ് കിട്ടുമായിരുന്നു. 1.5 ചക്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്നിട്ട് ഊണ് കഴിക്കാൻ പറ്റുമായിരുന്നു. കണ്ടോ? 1.5 ചക്രത്തിന് ഊണ് കിട്ടുമായിരുന്നു. 1/2 ചക്രത്തിന് പാൽക്കാപ്പിയും. 1/2 ചക്രം കൊടുത്തു കഴിഞ്ഞാൽ 1.5 ചക്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഊണ് കിട്ടും. 1/2 ചക്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാൽ കാപ്പി കിട്ടും. പാൽ കാപ്പി അറിയത്തില്ലേ? നമ്മൾ കോഫി എന്ന് പറയുമല്ലോ. പാൽ ഒഴിക്കാത്ത കാപ്പിയാണെങ്കിലോ കട്ടൻ കാപ്പി. പാൽ ഒഴിച്ച കാപ്പി പാൽ കാപ്പി എന്നാണ് പറയുന്നത്. നോക്കിക്കേ മക്കളെ. അപ്പോഴെന്താണ്? 1/2 ചക്രത്തിന് എന്ത് കിട്ടും? പാൽ കാപ്പിയും കിട്ടും. ഏറ്റവും മോഡേൺ സിനിമ കൊട്ടകയിൽ കേട്ടോ, ഏറ്റവും മോഡേൺ സിനിമ കൊട്ടകയിൽ കസേരയിൽ ഇരുന്ന് സിനിമ കാണാൻ 4 ചക്രം. എന്താണ്? ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ഏറ്റവും പുതുതായിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററിൽ പോയി. അതാണ് സിനിമാ കൊട്ടക എന്ന് പറയുന്നത്. എന്തിനാണ്? സിനിമാ തിയേറ്ററിനെയാണ് പറയുന്നത്. ആ സിനിമാ കൊട്ടകയിൽ കസേരയിൽ ഇരുന്ന് സിനിമ കാണാൻ. പണ്ടുള്ള കാലത്ത് കുറേ കസേരയിലുള്ള തിയേറ്ററിൽ കുറേ കസേരകൾ ഉണ്ടായിരുന്നു. ബാക്കി ഭാഗം തറയായിരുന്നു. തറയിൽ ചെന്ന് ഇരുന്ന് കാണാമായിരുന്നു സിനിമ. അപ്പോൾ തറയിലിരുന്ന് കാണുന്നതിന് കുറച്ച് പൈസ കൊടുത്താൽ മതി. ടിക്കറ്റ് ചാർജ് കുറവാണ്. നല്ല കസേരയിൽ ഇരുന്ന് കാണുന്നതിന് ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ ബാൽക്കണിയിൽ ഇരിക്കുന്നു അല്ലേ? ഇപ്പം നമുക്ക് എന്താണ് ഓരോ റോയ്ക്ക് നമ്പർ വരെ ഉണ്ട്. എന്നാലും ഏകദേശമൊക്കെ ഒരേ ടിക്കറ്റ് ചാർജ് തന്നെയാണ് ഏത് സീറ്റ് ആണെങ്കിലും. അല്ലാതെ കൂടുതൽ കുറവൊന്നും വരുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് നോക്കിക്കേ, ഏറ്റവും മോഡേൺ സിനിമ കൊട്ടകയിൽ കസേരയിൽ ഇരുന്ന് സിനിമ കാണാൻ 4 ചക്രം. 4 ചക്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സിനിമാ തിയേറ്ററിൽ കസേരയിൽ ഇരുന്ന് സിനിമ കാണാം. ഞങ്ങളെല്ലാ വർഷത്തിലൊരിക്കലേ സ്വന്തക്കാരും എന്താണ് നമുക്കെന്താണ് ആ ഒരു വർഷത്തിൽ അപ്പോഴെന്താണ് എല്ലാം എന്താണ് വർഷത്തിലൊരിക്കലേ സ്വത്തുകാരാകാറുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വർഷത്തിലൊരിക്കൽ മാത്രമേ നമ്മുടെ കയ്യിൽ പൈസ വരെയുള്ള സ്വത്തുകാർ ആകാറുണ്ടായിരുന്നു. ഒരിക്കൽ മാത്രമേ നമ്മളുടെ കയ്യിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ എല്ലാവരുടെയും കയ്യിൽ സ്വത്തുക്കൾ ഒരുപാട് കാണുകയുള്ളൂ. എന്താണത്? വിഷുവിന് മാത്രം. എന്താണ്? എല്ലാവരും കൈനീട്ടം കൊടുക്കത്തില്ലേ? കൈനീട്ടം കൊടുക്കുന്ന പൈസ എല്ലാം എന്താണ് സൂക്ഷിച്ച് ആ ഒരു ദിവസം എല്ലാവരും സ്വത്തുകാരാണ്. കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. നിങ്ങളും അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് വിഷുവിന് കൈനീട്ടം കിട്ടില്ലേ? അപ്പോൾ നിങ്ങളും ആ ഒരു ദിവസം സ്വത്തുകാരാണ് അല്ലേ? നല്ലൊരു പാഠമല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കണം. മേഡം ഒന്നും കൂടെ വായിച്ചു തരണോ? ഓക്കെ. 3 വയസ്സുകാരൻ എൻ്റെ പേരമകൻ അച്ചുവിന് വിഷുവിന് എന്തൊക്കെ വേണമെന്ന് അവൻ്റെ അമ്മൂമ്മ എൻ്റെ ശ്രീമതി വാത്സല്യത്തോടെ ചോദിച്ചു. അവൻ പറഞ്ഞു, വിഷു കൈനീട്ടം വേണം, രൂപ. എത്ര രൂപ? അച്ചു ഇടത് കൈയിലെ 4 വിരലുകൾ ഉയർത്തി. 100. അപ്പോൾ സദ്യ വേണ്ടേ? പപ്പടം, പായസം വേണ്ട, ഐസ്ക്രീം മതി. എനിക്ക് ലഭിച്ച വിഷു അവന് നൽകാൻ പറ്റാത്ത ദുഃഖത്തിലാണ് ഞാനെന്ന് പറയുന്ന ആരാണെന്നാ പറഞ്ഞത്? കെ.എൻ. മോഹനവർമ്മ. ചേർത്തലയിലായിരുന്നു എൻ്റെ ബാല്യത്തിലെ വിഷുക്കാലങ്ങൾ. അച്ഛൻ മാവേലിക്കര കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് അച്ചൻകോവിലാറിനും പമ്പയാറിനും ഇടയിലുള്ള ചെന്നിത്തലയിൽ. വേനലവധിക്ക് എന്നെ നേരത്തെ തന്നെ മുത്തശ്ശിയുടെ കൂടെ താമസിക്കുവാൻ ചേർത്തലയ്ക്ക് വിടും. അടുത്ത ബന്ധുക്കളും എൻ്റെ സമപ്രായക്കാരായ അനവധി കുട്ടികളും ഉണ്ടാകും. കളിക്കാൻ ഇഷ്ടം പോലെ പഞ്ചാരമണൽ, തോടും കായലും. ഇടയ്ക്ക് വിഷു വരും. അതിരാവിലെ മുത്തശ്ശി വിളിച്ചുണർത്തും. കണ്ണ് തുറക്കാതെ അറമാതുക്കൽ വരെ മുത്തശ്ശി കൈക്ക് പിടിക്കും. ഇടയ്ക്ക് അറിയാതെ കണ്ണ് തുറന്നു പോകും. പക്ഷെ ഉടൻ തന്നെ കൺപോള അമർത്തി തപ്പിത്തടഞ്ഞ് മുന്നോട്ട് നീങ്ങും. അറവാതുക്കൽ 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന്റെ മുന്നിലെത്തുമ്പോൾ മുത്തശ്ശി പറയും, ഇനി കണ്ണു തുറന്നോ. വലിയ ഓട്ടുരുളിയിൽ മുത്തശ്ശിയുടെ കുതിരപ്പവൻമാല തിളങ്ങുന്നത് കണ്ട് കണ്ണു ചിമ്മും. പഴയ പവൻമാലയാണ്.
മുത്തശ്ശിയുടെ മുത്തശ്ശി മലബാറിൽ നിന്നും ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് കുടുംബസമേതം ഓടി വന്ന് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചപ്പോൾ ഒപ്പം കൊണ്ടുവന്നതാണ് തറവാട്ടിലെ അമൂല്യ നിധി. ഉരുളിയിൽ പിന്നെയും വസ്തുക്കളുണ്ട്. കൊന്നപ്പൂ, വെള്ളരിക്ക, ചക്ക, മാങ്ങ, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം, അരി, വാൽക്കണ്ണാടി, അലക്കിയ മുണ്ട്. വാൽക്കണ്ണാടി ആറന്മുള കണ്ണാടിയാണ്. കേരളത്തിലെ തനത് സാങ്കേതിക വിജ്ഞാനത്തിന്റെ അതിസുഭകമായ കാഴ്ചവസ്തു. അതെടുത്ത് സ്വന്തം മുഖത്തിന്റെ പ്രതിഫലനം ദർശിക്കും. ഇന്നും ഞാൻ ആ വാൽക്കണ്ണാടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വരും വിഷുക്കാലങ്ങളിൽ എൻ്റെ പേരക്കുട്ടികൾ കണി കാണുന്നത് ആ വാൽക്കണ്ണാടിയിലൂടെ ആയിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട്. കണി കണ്ടു. നേരം പുലരാൻ ഇനിയും നാഴികകളുണ്ട്. വിഷുക്കൈനീട്ടത്തിന് സമയമെടുക്കും. തെക്കേ മുറ്റത്തിനരികെ മാവിൽ വിഷുപക്ഷിയുടെ കലവിലെ ശബ്ദം കേൾക്കാം. പിൽക്കാലത്ത് സിനിമകൾക്കും സിനിമാ പാട്ടുകൾക്കും പ്രചോദനം നൽകിയ വിഷുപക്ഷിയാണത്. ഉത്തരായന പക്ഷി, കതിരുകാണക്കിളി, സ്വർഗവാതിൽ പക്ഷി എന്നിങ്ങനെ പല പേരുകളും ഉണ്ടതിന്. ചെവി ഓർത്താൽ കിളിയുടെ സംസാരം കേൾക്കാം. ചക്കയ്ക്കുണ്ടോ അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഒത്തുപാടാൻ ശ്രമിക്കും. നേരം പുലർന്നു. കുളി കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയിരിക്കും. അമ്മാവൻ കിഴക്കേ പടി കടന്നു വരുന്നത് കാത്ത്. അമ്മാവനാണ് ആദ്യം വിഷുക്കൈനീട്ടം തരിക. അതാണ് ചിട്ട. അമ്മാവനെ എനിക്ക് ഭയമാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അമ്മാവനേക്കാൾ ഭയം കൂടെ വരുന്ന രാമുചേട്ടനെയാണ്. അമ്മാവന്റെ സന്തത സഹചാരിയാണ് രാമുചേട്ടൻ. കറുത്തു മെലിഞ്ഞ നിറം, തൂവെള്ള ഖദർ മുണ്ടും ഷാളുമാണ് വേഷം. ഷർട്ടിടാറില്ല. കട്ടിയുള്ള വെളുത്ത ഊണൂൽ. രാമുചേട്ടന്റെ ശരീരമാകെ കറുത്ത മുഴകളാണ്. ചെറുതും വലുതുമായ 100,000 മുഴകൾ. മുഖത്ത് മുഴകളുണ്ട്. നെറ്റിക്കുള്ള മുഴയ്ക്ക് ഒരു നാരിങ്ങയുടെ വലിപ്പമുണ്ട്. ആദ്യത്തെ വിഷുക്കൈനീട്ടം നൽകാനുള്ള അധികാരം അമ്മാവനാണ്. രണ്ടാമത് രാമുചേട്ടന്. അന്ന് വിഷുക്കൈനീട്ടം ഒരു പണമാണ്. ഒരു പണം എന്നാൽ 4 ചക്രം. നാണയം, കാശ്, ചക്രം, പണം, രൂപ എന്നിവയാണ് അന്നൊക്കെ. 16 കാശ് ഒരു ചക്രം, 4 ചക്രം ഒരു പണം, 7 പണം ഒരു സർക്കാർ രൂപ. 1.5 ചക്രത്തിന് ഊണ് കിട്ടുമായിരുന്നു. ഫുഡ് നമ്മളെ ഹോട്ടലിൽ കയറി ഊണ് കിട്ടുമായിരുന്നു. 1/2 ചക്രത്തിന് പാൽക്കാപ്പയും. ഏറ്റവും മോഡേൺ സിനിമാ കൊട്ടകയിൽ കസേരയിലിരുന്ന് സിനിമ കാണാൻ 4 ചക്രം. ഞങ്ങളെല്ലാം വർഷത്തിലൊരിക്കലേ സ്വത്തുകാരാകാറുണ്ടായിരുന്നുള്ളൂ, വിഷുവിന് മാത്രം. ഓക്കെ മക്കളെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. നീ നോട്ട് നോക്കിക്കേ. വീട് അർത്ഥമാണ്. വീട് പാർപ്പിടം, ഭവനം എന്നൊക്കെ പറയും. വിളക്ക് എന്താണ്? ദീപം. വെളിച്ചം കാണുന്നതിനായി എണ്ണയിൽ തിരിയിട്ട് കത്തിക്കാനുള്ള വസ്തുവാണ് വിളക്കെന്ന് പറയുന്നത്. അറിയാമല്ലോ എല്ലാവർക്കും. അച്ഛൻ എന്താ? അച്ഛൻ നമ്മൾ പിതാവ്, ജനകൻ, താതനൊക്കെ നമുക്ക് അച്ഛന് പറയാം. സ്ത്രീ എന്ന് പറയുന്നത് പെണ്ണ്, വനിത, നാരി. ദുഃഖം എന്ന് പറയുന്നത് സങ്കടമാണ്, അല്ലൽ എന്നൊക്കെ പറയാം. കണ്ണാടിയുടെ ദർപ്പണം. പിന്നെന്താണ്? കാഴ്ചയുടെ ഉപയോഗത്തിന് സ്ഫടികം കൊണ്ടോ വെള്ളോട് കൊണ്ടോ ഉണ്ടാക്കുന്ന വസ്തു. വെള്ളോട് കൊണ്ടാണ് നമ്മളുടെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത്, വെള്ളോട് കൊണ്ട്. പിന്നെന്താണ്? നെറ്റി, ഫാലം, കൈ, കരം, ശബ്ദം, ഒച്ച. പിന്നെന്താണ്? പൂച്ച എന്താണ് അർത്ഥം പറഞ്ഞേ? പൂച്ചയുടെ അർത്ഥം എന്തുവാണോ? മർഗ്യാരൻ. വിപരീതം എന്ന് നോക്കിയ മക്കളെ. സത്യം, അസത്യം, ആവശ്യം, അനാവശ്യം, ഭയം, ധൈര്യം, ആരംഭം, അവസാനം, ശ്രദ്ധ, അശ്രദ്ധ, സൂക്ഷ്മം, സ്ഥൂലം. കേട്ടോ, ആ ഒരു വാക്ക് തെറ്റിപ്പോരും. സ്ഥൂലം. പിരിച്ചെഴുതുക. നടപ്പാത, നട അധികം പാത. വേനലവധി, വേനൽ അധികം അവധി. വിഷുപക്ഷി, വിഷു അധികം പക്ഷി. വാൽക്കണ്ണാടി, വാൽ അധികം കണ്ണാടി. വിഷുക്കാലം, വിഷു അധികം കാലം. തപ്പിത്തടഞ്ഞ്, തപ്പി അധികം തടഞ്ഞ്. ഈ ഉത്തരം എഴുതുക. നോക്കിക്കേ. സത്യയ്ക്ക് വരെ കുട്ടി ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? വിഷു ദിവസം രാവിലെ പേരക്കുട്ടി അമ്മൂമ്മയോട് വിഷുക്കൈനീട്ടമായി 4 വിരൽ ഉയർത്തി 100 രൂപ വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശി വിഷു സദ്യ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഐസ്ക്രീം മതി എന്ന് കുട്ടി പറഞ്ഞു. അടുത്ത നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. 2
പുഴകൾക്കിടയിലാണത്രേ ചെന്നിത്തല എന്ന സ്ഥലം. ഏതൊക്കെ പുഴകൾ? ഏതൊക്കെയായിരുന്നു പുഴകള്? ചെന്നിത്തല എന്ന സ്ഥലം 2 പുഴകൾക്കിടയിലാണ്. അച്ചൻകോവിലാറിനും പമ്പയാറിനും ഇടയിൽ. മുത്തശ്ശിയുടെ കുതിരപ്പൂവന്മാരുടെ സവിശേഷത എന്തായിരുന്നു? വിഷുക്കണി ഒരുക്കിയിരുന്ന ഓട്ടുരുളിയിൽ മുത്തശ്ശിയുടെ കുതിരപ്പൂവന്മാല തിളങ്ങുന്നത് കാണാം. അതൊരു പഴയ പവൻമാലയാണ്. എന്താണ്? മുത്തശ്ശിയുടെ മുത്തശ്ശി മലബാറിൽ നിന്നും ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് കുടുംബസമേതം തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചപ്പോൾ ഒപ്പം കൊണ്ടുവന്നതാണ് ആ മാല. അതിപ്പോൾ തടവാട്ടിലെ അമൂല്യ നിധിയാണ്. വിഷുപക്ഷിയുടെ കലപിലകൾ എന്തൊക്കെയാണ്? വിഷുക്കാലത്ത് വിഷുപക്ഷിയുടെ കലപില ശബ്ദങ്ങൾ കേൾക്കാം. ചക്കയ്ക്കുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു. വിഷുപക്ഷിയുടെ ഈ സംസാരം അനുകരിക്കാൻ പണ്ടത്തെ കുട്ടികൾ ശ്രമിച്ചിരുന്നു. അടുത്തൊരു ചോദ്യം കൊണ്ട് നോക്കിക്കേ. വിഷുപക്ഷിക്ക് എന്തെല്ലാം പേരുകൾ വേറെയുണ്ട്? ഉത്തരായന പക്ഷി, കതിരുകാണാക്കിളി, സ്വർഗവാതിൽ പക്ഷി, ഇങ്ങനെ പല പേരുകൾ വിഷുപക്ഷിക്കുണ്ട്. ഇപ്പോഴെല്ലാവരും എന്ത് വേണം? നന്നായിട്ട് പാഠഭാഗം വായിക്കണം. പിന്നെന്താണ്? ഈ തരുന്ന നോട്ട് കൃത്യമായിട്ട് നീറ്റായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. മാഡം നിങ്ങളോട് വിളിച്ച് ചോദ്യം ചോദിക്കും. പിന്നെന്ത് ചെയ്യും? ടെസ്റ്റ് പേപ്പർ ഇടും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ മക്കളെ, ബൈ.